കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും ആയുസ്സിനെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ 3-ാമത്തെ വയസ്സിൽ ശ്വാസ തടസ്സത്താൽ ബുദ്ധിമുട്ടുകൾ നേരിടാം. 5-ാമത്തെ വയസ്സിൽ ജലത്താൽ ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതകൾ ഏറെയായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ 7-ാമത്തെ വയസ്സിൽ അഗ്നിബാധയാലോ ഉയരങ്ങളിൽ നിന്നുമുള്ള വീഴ്ചകളാലോ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. 10-ാമത്തെ വയസ്സിൽ നാൽക്കാലി മൃഗങ്ങളെക്കൊണ്ട് ആപത്തുകൾ നേരിടാൻ സാധ്യതകൾ ഏറെയാണ്. 14-ാമത്തെ വയസ്സിലോ 15-ാമത്തെ വയസ്സിലോ വിഷഭയം ഏൽക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫുഡ് പോയ്സൺ മുതലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ആപത്തുകളും നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. 25-ാമത്തെ വയസ്സിൽ പുരുഷന്മാരായ കാർത്തിക നക്ഷത്രക്കാർ സ്ത്രീകളായിട്ട് ഉള്ള കാർത്തിക നക്ഷത്രക്കാർ പുരുഷന്മാരാലും പല ബുദ്ധിമുട്ടുകളോ അപവാദങ്ങളോ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. 27-ാമത്തെ വയസ്സിൽ അയൽപക്കത്തുള്ള ജനങ്ങളാൽ പല ബുദ്ധിമുട്ടുകളോ അപമാനങ്ങളോ കേൾക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും എന്ന് കാണുന്നു. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ 40-ാമത്തെ വയസ്സിൽ കള്ളന്മാരാൽ പല നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുന്നതായും നമുക്ക് അവകാശപ്പെട്ട അർഹിക്കുന്ന സ്വത്തോ മറ്റ് വിഭവങ്ങളായിട്ടുള്ള വസ്തുവകകളോ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളോ വ്യവഹാരങ്ങളോ ഫേസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. 45-ാമത്തെ വയസ്സിൽ കഫം, വാതം, അതുപോലെ സന്ധിവേദനകൾ എന്നിവയാൽ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നു. 50-ാമത്തെ വയസ്സിൽ ഉദര സംബന്ധമായിട്ടുള്ള വ്യാധികൾ നേരിടാൻ സാധ്യതകൾ കാണുന്നു. 55-ാമത്തെ വയസ്സിൽ കുഴൽവാതത്താൽ എന്നുവെച്ചാൽ ഇന്നുണ്ടാകുന്ന ഷോക്കിൻ്റേതായിട്ടുള്ള അവസ്ഥകളോ രക്തധമനികൾ ചുരുങ്ങുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകളോ നേരിടാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് കാണുന്നു. 60-ാമത്തെ വയസ്സിൽ അർശസ് മുതലായ രോഗത്താൽ ബുദ്ധിമുട്ടുകൾ നേരിടാം. 78-ാമത്തെ വയസ്സിൽ ജ്വരത്താലും രോഗങ്ങൾ പിടിപെടാം. 80-ാമത്തെ വയസ്സിൽ കാർത്തിക മാസം, അതായത് വൃശ്ചിക മാസം പൂർവപക്ഷത്ത് ത്രയോദശിയും ശനിയാഴ്ചയും കൂടിയുള്ള ദിവസം കാർത്തിക നക്ഷത്രം ഉദിച്ച് 7 നാഴികയ്ക്ക് മേൽ ആപത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ശാസ്ത്ര ശാഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരം അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും അവരുടെ ഗുണദോഷങ്ങളും എല്ലാം നമ്മുടെ ആസ്ട്രോ മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നും നമുക്ക് കാണാനേക്കൊണ്ട് സാധിക്കും. ഇഷ്ടപ്പെടുന്ന പക്ഷം ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് മറക്കരുത്. അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.